നമസ്കാരം. പ്രവാസികളായ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് UAE സ്കൂളുകളിൽ നടപ്പിലാക്കിയ പുതിയ മരുന്ന് നയം. ഇതൊരു സാധാരണ അറിയിപ്പായി മാത്രം കാണേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള വളരെ നിർണായകമായ ഒരു നീക്കമാണ്. നമ്മളിൽ പലരുടെയും കുട്ടികൾക്ക് പ്രമേഹം, ആസ്മ, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്കൂൾ സമയത്ത് കൃത്യസമയത്ത് മരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് UAE വിദ്യാഭ്യാസ മന്ത്രാലയം പൊതു സ്വകാര്യ സ്കൂളുകൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഈ നയം എന്താണെന്നും അതെങ്ങനെയാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതെന്നും കൃത്യമായി ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കണം. പ്രവാസികളായ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. UAE സ്കൂളുകളിൽ നടപ്പാക്കിയ ഈ മരുന്ന് നയം പൊതു സ്വകാര്യ സ്കൂളുകൾക്കെല്ലാം ഈ നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ്. പുതിയ നയം അനുസരിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ അത് സ്കൂൾ അധികൃതരെ അറിയിക്കണം. അതിനായി ഒരു അംഗീകൃത ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടും കുട്ടിയുടെ ആരോഗ്യ വിവരങ്ങളും സമർപ്പിക്കണം. ഇതിനോടൊപ്പം രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതപത്രവും നൽകണം. ഈ സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് മരുന്ന് നൽകാൻ അനുവാദമുള്ളൂ. മരുന്നുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മരുന്ന് അതിന്റെ യഥാർത്ഥ പാക്കറ്റിൽ തന്നെ ആയിരിക്കണം. അതോടൊപ്പം കുട്ടിയുടെ പേര്, മരുന്ന്, ഡോസ്, അത് കഴിക്കേണ്ട സമയം എന്നിവ വ്യക്തമാക്കുന്ന ഡോക്ടറുടെ കുറിപ്പും നിർബന്ധമാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ സമ്മതപത്രം ഇല്ലാതെ ഒരു കുട്ടിക്കും സ്കൂൾ ബാഗിൽ മരുന്ന് സൂക്ഷിക്കാൻ അനുവാദമില്ല. കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണിത്. കൂടാതെ ചില കുട്ടികൾക്ക് PT ക്ലാസ്സുകളിൽ നിന്നോ സ്കൂൾ അസംബ്ലിയിൽ നിന്നോ ഒക്കെ ഒഴിവ് ആവശ്യമായി വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് ശാരീരികമായി അധ്വാനം ആവശ്യമുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സുരക്ഷ നൽകാൻ സഹായിക്കും. ഈ പുതിയ നയം കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും സ്കൂളിൽ അവർക്ക് വേണ്ട വൈദ്യസഹായം ഉറപ്പുവരുത്തുന്നതിലുമൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിന് രക്ഷിതാക്കളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. രക്ഷിതാക്കളുടെ സമ്മതവും മെഡിക്കൽ രേഖകളും സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം, മരുന്നുകൾ യഥാർത്ഥ പാക്കറ്റിൽ തന്നെ നൽകണമെന്നുള്ള നിബന്ധന, കൂടാതെ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ നിന്ന് ഒഴിവ് ലഭിക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം. ചുരുക്കത്തിൽ, കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൃത്യമായി കൈകാര്യം ചെയ്യാനും അവർക്ക് ആവശ്യമായ പരിചരണം നൽകാനും ഈ നിയമം വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് രക്ഷിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. നിങ്ങളുടെ കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ നിയമങ്ങളെല്ലാം അറിഞ്ഞു വെക്കുക. UAE സ്കൂളുകളിൽ മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പുതിയ നയം കുട്ടികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. കുട്ടികളുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ്. കരുതലോട് മുന്നോട്ട് പോകണം. ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ രോഗാവസ്ഥയിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് അപകടരഹിതമായ മരുന്ന് ലഭിക്കാൻ സഹായിക്കും. ഓർക്കുക, നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ നയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ മുന്നോട്ട് പോവുക. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.